സ്റ്റേജിൽ വെച്ച് ഗബ്രി ജാസ്മിന്റെ പേര് പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റുകളും പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഗബ്രിയുടെ ഒരു എക്സിറ്റ് ടോക്ക് വീഡിയോ അല്ലേ പുള്ളി ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഹൗസിനകത്ത് വെച്ചിട്ട് ഗബ്രിക്ക് ബായ് പറയാൻ സാധിച്ച ഏക വ്യക്തിയാണ് ജാസ്മിൻ. വേറെ ആരോടും ബായ് പറയാൻ സാധിച്ചില്ല. കാരണം ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ഗബ്രി സ്റ്റേജിലേക്ക് പോയത്. വേറെ ആർക്കും കിട്ടുന്ന ഒരു ആനുകൂല്യം ഗബ്രിക്ക് കിട്ടിയില്ല എന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ സാരമില്ല കേട്ടോ, അവിടെ ഒരു വലിയ കരച്ചിലും ബഹളവും ഒന്നും ഉണ്ടാവാതെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് ജാസ്മിനോട് മാത്രമായിട്ട് ഗബ്രി ബായ് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഈ ഒരു എക്സിറ്റ് ടോക്ക് വീഡിയോയില് പുള്ളി മെയിൻ ആയിട്ടും പറയുന്നത് പുറത്തായി എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നൊരു പോയിന്റ് ആണ്. പെട്ടെന്ന് പുറത്തായി എന്ന് കേൾക്കുമ്പോൾ ആർക്കും അങ്ങനെ തോന്നും, സ്വാഭാവികമാണ്. പിന്നെ സ്റ്റേജിൽ വെച്ചിട്ട് ജാസ്മിന്റെ പേര് മറന്നുപോയി എന്നൊരു കാര്യം ഗബ്രി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ജിൻഡോ ചേട്ടാ എന്നിവരെ വിളിച്ച് എടുത്തു പറഞ്ഞ് പുള്ളിയുടെ പേര് വരെ എടുത്തു പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ ഗബ്രിയാണ് ജാസ്മിന്റെ പേര് മറക്കുന്നത്. ആ ഒരു പോയിന്റ് ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. സ്റ്റിൽ ഓക്കെ, സമ്മതിച്ചു തരുന്നു. പെട്ടെന്ന് ആ ഒരു ഫ്രോസൺ മാനസികാവസ്ഥയിലായി പോയിരിക്കാം. നമ്മൾ അതിലേക്ക് കൂടുതലായിട്ടൊന്നും ഇറങ്ങിച്ചെന്ന് നോക്കുന്നൊന്നുമില്ല. ഇനി ഗബ്രിയുടെ എവിക്ഷനെ കുറിച്ച് 2 വാക്ക് പറയാനാണെങ്കിൽ, മാലാഖയെ പോലെ പറന്ന് നടന്ന് പ്രേക്ഷകരുടെ ഇഷ്ടവും സ്നേഹവും പിന്തുണയും എല്ലാം പിടിച്ചു പറ്റുമെന്ന് ഫസ്റ്റ് ഡേ ഞാൻ വിചാരിച്ചൊരു പയ്യൻ. സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലാതെയും എല്ലാം ഏറ്റവും കൂടുതൽ ട്രോളും മേടിച്ച് നെഗറ്റീവും മേടിച്ച് വിമർശനങ്ങളും കൈക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ്. ജിൻഡോ ഔട്ടാകുന്ന ദിവസം ഞാനിവിടെ ദീപാവലി ആഘോഷിക്കും എന്ന് ഗബ്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് പുറത്തിരുന്ന് ആഘോഷിക്കേണ്ടി വരും കേട്ടോ ഗബ്രി. അതിലൊരു ചെറിയ മാറ്റവും ഉണ്ട്. 100 ദിവസം കഴിഞ്ഞിട്ട് ആഘോഷിച്ചാൽ മതി. ജിൻഡോ ചായൻ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. വൃത്തിയായിട്ടുള്ള ഒരു എതിരാളിയെ നഷ്ടപ്പെട്ടതിന്റെ ഒരു സങ്കടം പുള്ളിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എപ്പിസോഡിൽ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ്. എന്തായാലും ഗബ്രി ഈ 56 ദിവസവും ഗെയിം ഒന്നും കളിച്ചില്ല എന്ന് ഒട്ടും പറയാൻ പറ്റില്ല. ഗെയിം കളിച്ചു, പക്ഷെ എത്രത്തോളം പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് കളിച്ചു, അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി കളിച്ചു എന്നൊരു സംശയം തന്നെയാണ്. ആ ഒരു കാര്യം തന്നെയാണ് ഗബ്രി ഒരു ആത്മപരിശോധന നടത്തേണ്ടതും. ആറ്റിറ്റ്യൂഡും അഹങ്കാരവും പിന്നെ എന്താ പറയുക സെൽഫ് കോൺഫിഡൻസും ഒക്കെ ആവാം, പക്ഷെ നമ്മള് പ്രേക്ഷകർ ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം ബെസ്റ്റ് വേർഷൻ ആയിട്ട് ഇരുന്നാൽ മാത്രമേ പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടം തോന്നത്തുള്ളൂ നമ്മളോട്. അതാണ് ഗബ്രിക്ക് സംഭവിച്ചൊരു വീഴ്ച. നമ്മൾ അതിനെക്കുറിച്ച് വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. നമ്മൾ എൻ കാർഡിലിടാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.